സാംസങ് ഒരു 10,000 രൂപ താഴെ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറക്കുന്നൊരു ഫോണാണ് ഗാലക്സി F12 എന്ന് പറഞ്ഞാൽ. ഇന്ന് നമ്മൾ ഗാലക്സി F12 റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. മൊബൈലിൻ്റെ വില എന്ന് പറയുന്നത് 11,000 രൂപയാണ്. ഏതെങ്കിലും ഡെബിറ്റ് കാർഡ് വെച്ച് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ കുറവിൽ, അതായത് 9,999 രൂപയ്ക്ക് ഈ ഫോൺ വാങ്ങാൻ പറ്റും. ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10,000 രൂപ താഴെ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്പെസിഫിക്കേഷനുള്ള ഫോണാണെന്ന് പറയാം. നമുക്ക് 4GB റാം വരുന്നുണ്ട്, അതുപോലെ 64GB മെമ്മറി വരുന്നുണ്ട്, 4 ക്യാമറ ബാക്ക് സൈഡിൽ വരുന്നുണ്ട്, 48 MP വരുന്നതാണ് മെയിൻ ക്യാമറ വരുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പെസിഫിക്കേഷനുള്ള ഫോണാണ്. ബാക്കി നമുക്ക് ഉപയോഗിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 720 പിക്സലാണ് റെസൊല്യൂഷൻ വരുന്നത്. HD ഡിസ്പ്ലേ ആണ് വരുന്നത്, ഫുൾ HD ഡിസ്പ്ലേ അല്ല. എന്നാലും വ്യൂയിങ് ആംഗിൾസ് ഓക്കെയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഔട്ട്ഡോറിലാണ്. എന്നിട്ട് നിങ്ങൾക്ക് കാണാം, നമുക്ക് നല്ല വ്യക്തമായിട്ടെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഡിസ്പ്ലേ ആണ്. എടുത്തു പറയേണ്ട കാര്യം 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ സൂപ്പറാണ്. വ്യൂയിങ് ആംഗിൾസിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ടച്ച് സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിലോ യാതൊരു പ്രശ്നവുമില്ല. 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 10,000 രൂപ താഴെ നമുക്ക് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്. അത്യാവശ്യം ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വീഴില്ല. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ബാക്ക് സൈഡാണ്. സാധാരണ ഫോണൊക്കെ പ്ലാസ്റ്റിക് ബിൽഡാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് കുറച്ച് ഗ്ലോസി ആക്കിയിട്ട് നല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആയിട്ടുള്ള ഫോണാണ് വരാറ്. ഇതിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് അട്രാക്റ്റീവ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടിരിക്കപ്പെടും. അതുമല്ല പിടിക്കാനായിട്ട് നല്ല ഗ്രിപ്പുണ്ട് ബാക്ക് സൈഡിൽ. ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന 4 ക്യാമറകളാണ്. 48 MP മെയിൻ ക്യാമറ വരുന്നത്. 5 MP വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 MP വരുന്ന മാക്രോ ലെൻസും അതുപോലെ തന്നെ 2 MP വരുന്ന ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഫോണിൻ്റെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, ഇതിനകത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. നമുക്ക് പവർ ബട്ടണിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. സാധാരണ സാംസങ്ങിൻ്റെ ഫോണിൽ അങ്ങനെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഒന്നും അല്ല വരാറ്. പക്ഷേ ഈ ഫോണിൽ നമുക്ക് അത് നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അൺലോക്ക് ആവും. ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് 11 ഫോൺ വരുന്നത്. നമുക്ക് ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ തന്നെയാണ് വരുന്നത്. സാംസങ്ങിൻ്റെ തന്നെ 1 UI പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റാണ്. പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന സാംസങ്ങിൻ്റെ ഫോൺ പോലല്ല. ഇപ്പോഴത്തെ സാംസങ്ങിൻ്റെ ഫോണൊക്കെ വളരെ ഫാസ്റ്റാണ്. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് സാംസങ് ഡെവലപ്പ് ചെയ്ത 1 UI എന്ന് പറഞ്ഞ UI ആണ്. സാധാരണ സ്കിന്നൊന്നും ഇല്ലാത്ത ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഫോണിൻ്റെ ബാറ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6000 mAh ഫോണിൻ്റെ ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൂടെ ലഭിക്കുന്ന ചാർജർ എന്ന് പറയുന്നത് 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ചാർജിങ്ങിനും അതുപോലെ തന്നെ ഡാറ്റ സിങ്കിങ്ങിനുമായിട്ട് നമുക്ക് ലഭിക്കുന്ന കേബിളാണ്. USB Type-C കേബിളാണ് കിട്ടുന്നത്. ഫോണിൻ്റെ പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിനോസിൻ്റെ 850 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 850 അല്ല, എക്സിനോസിൻ്റെ 850 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. പ്രോസസ്സിംഗ് പവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച പ്രോസറാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് സാധാരണ ഇതിലുള്ള ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ വലിയ ഹെവി ആയിട്ടുള്ള ഗെയിമിംഗ് കാര്യങ്ങളൊന്നും നടക്കില്ല. പ്രോസസർ അത്ര പവർഫുൾ ആയിട്ടുള്ള പ്രോസറല്ല. 10,000 രൂപ താഴെ വരുന്ന മറ്റുള്ള ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്ര കുഴപ്പമില്ലാത്ത പ്രോസറാണെന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് വരുന്നുണ്ട്. അതിൽ ചില ആപ്ലിക്കേഷൻസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഡിസേബിൾ ചെയ്യാനേ പറ്റുള്ളൂ. ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫി ക്യാമറ വരുന്നത് 8 MP ആണ്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള സെൽഫി ക്യാമറ ആണ്. അത്ര മികച്ചതാണെന്നല്ല പറയുന്നത്, ഡീസൻ്റ് ആയിട്ടുള്ള സെൽഫി ക്യാമറ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. സെൽഫി ക്യാമറയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത് പോർട്രേറ്റ് ഫോട്ടോസാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ബ്ലറായിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ പോരായ്മ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വെട്ടമില്ലാത്ത സാഹചര്യത്തിൽ ഫോട്ടോ എടുക്കണം. വളരെ മോശം ഫോട്ടോസാണ് ലഭിക്കുന്നത്. ഒരു ആവറേജ് ഫോട്ടോ എന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള മോശം ഫോട്ടോ ആണ് നമുക്ക് ലഭിക്കുന്നത്. വെട്ടമുള്ള സാഹചര്യത്തിൽ നല്ല ഫോട്ടോയും അതുപോലെ തന്നെ വെട്ടമില്ലാത്ത സാഹചര്യത്തിൽ വളരെ മോശം ഫോട്ടോ ആണ് നമുക്ക് ലഭിക്കുന്നത്. 48 MP വരുന്ന ബാക്ക് ക്യാമറ കിട്ടുന്ന ഫോട്ടോസ് വളരെ മികച്ച ഫോട്ടോ ആണെന്ന് തന്നെ പറയാം. നമുക്ക് സൂം ചെയ്താലും അങ്ങനെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടുകയില്ല. നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല സൂപ്പർ ഫോട്ടോസാണ് ബാക്ക് ക്യാമറയിൽ കിട്ടുന്നത്. നമുക്ക് ഫോട്ടോ സൂം ചെയ്യുമ്പോഴാണ് ആ 48 MP ഒരു ഗുണം മനസ്സിലാകുന്നത്. എത്ര സൂം ചെയ്താലും നമുക്ക് ക്വാളിറ്റി നഷ്ടപ്പെടുകയില്ല. നല്ല ക്വാളിറ്റിയുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസാണ് നമുക്ക് ബാക്ക് ക്യാമറ കിട്ടുന്നത്. ബാക്ക് ക്യാമറയിൽ എടുത്ത് പറയേണ്ട അതിനകത്ത് വൈഡ് ആംഗിൾ ലെൻസാണ്. ഇതൊരു നോർമൽ ഫോട്ടോയാണ്. അതിൻ്റെ വൈഡ് ആംഗിൾ ലെൻസിൽ എടുത്ത ഫോട്ടോ ആണ് ഇത്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഫോട്ടോ കിട്ടുന്നുണ്ട്. പക്ഷേ എടുത്ത് പറയേണ്ട കാര്യം, നമുക്ക് വൈഡ് ആംഗിൾ ലെൻസിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ കുറച്ച് കളർ കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീൽ കിട്ടുന്നുണ്ട് ഫോട്ടോസിന്. നാച്ചുറലായിട്ട് കളറൊന്നുമല്ല, കുറച്ച് വൈറ്റ്നസ് കൂടിയ ഫോട്ടോസാണ് കിട്ടുന്നത്.
10,000 രൂപ താഴെ വരുന്ന മറ്റുള്ള ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിയൽമിയുടെ ആയിക്കോട്ടെ, റെഡ്മിയുടെ ആയിക്കോട്ടെ, പോക്കോയുടെ ആയിക്കോട്ടെ, ഏത് ഫോണും ആയിക്കോട്ടെ, ആ ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും ഇതൊരു മോശം ഫോണാണ് ഞാൻ പറയുകയില്ല. ഏറ്റവും മികച്ച ബാക്ക് ക്യാമറ വരുന്ന ഫോൺ ഇതാണ്. 48 മെഗാ പിക്സലാണ് എനിക്ക് ക്യാമറ വരുന്നത്. അതുപോലെ നമുക്ക് 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അതിപ്പോൾ കോമൺ ആയിട്ട് മിക്ക ഫോണുകളിലും ഇപ്പം 5000 mAh 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള യൂസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 ദിവസം വരെയും, ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം മുതൽ 2.5 ദിവസം വരെ ഈസി ആയിട്ട് കിട്ടും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റുള്ള ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും മികച്ച ഡിസ്പ്ലേ ഉള്ള ഫോൺ ഇതാണ്. അതുപോലെ ഏറ്റവും മികച്ച ക്യാമറ ഉള്ള ഫോൺ ഇതാണ്. ഇതിനകത്തൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രോസസ്സർ മാത്രമാണ്. പക്ഷേ മറ്റുള്ള ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതൊരു കുറവാണെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം സെയിം ആയിട്ടുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഗെയിമിംഗ് ഒക്കെ നമുക്ക് ആവറേജ് ഗെയിമിങ്ങേ പറ്റുള്ളൂ. പക്ഷേ സാധാരണ നോർമൽ യൂസറിൽ യാതൊരുവിധ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഏറ്റവും മികച്ച കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. 90 Hz ഡിസ്പ്ലേ വരുന്നതുകൊണ്ട് തന്നെ വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഫോണാണ്. നമുക്ക് നിങ്ങൾ 10,000 രൂപ താഴെ അല്ലെങ്കിൽ ഒരു 11,000 രൂപ താഴെ ഒരു ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് സാംസങ്ങിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് സാധാരണ റിയൽമിയുടെ, റെഡ്മിയുടെ ഒക്കെ 10,000 രൂപയുള്ള ഫോണാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം, ഇതൊരു കുറഞ്ഞ ഫോണാണ് അല്ലെങ്കിൽ ഇതൊരു ക്വാളിറ്റി കുറഞ്ഞ ഫോണാണെന്ന് പിടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. പക്ഷേ ഈ ഫോണിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നല്ല സൂപ്പർ ബിൽഡ് ക്വാളിറ്റിയാണ്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോൺ പിടിക്കുന്നൊരു ഫീലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേറെ ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.